ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ക്ലേ പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അൺസോയിലിംഗ് ആണ്. മണ്ണെടുക്കുമ്പോൾ 20 സെൻറ്റിമീറ്റർ വിട്ടിട്ടായിരിക്കും ഈ മണ്ണെടുക്കുന്നത്. അപ്പോൾ ആ 20 സെൻറ്റിമീറ്റർ മണ്ണ് ടോപ്പ് ലെയറിലുള്ളത് റിമൂവ് ചെയ്യുന്നതാണ് അൺസോയിലിംഗ്. അതിനുശേഷം ഈ മണ്ണെടുക്കുന്ന ഡിഗ്ഗിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ 0.6 തൊട്ട് 1.2 മീറ്റർ ഹൈറ്റ്, ആ ഒരു ഹീപ്പ് ഹൈറ്റിലായിരിക്കും സോയിൽ എടുക്കുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് വരുന്നത് ക്ലീനിങ് ആണ്. ഇതിലുള്ള പെബിൾസും സ്റ്റോണും വെജിറ്റേഷൻ കവറും ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഒരു ഹാംഫുൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാറും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെതറിങ് ആണ്. ഈ ഹീവുകൾ എടുക്കുമ്പോൾ അതിലത്തെ മോയ്സ്ചർ കണ്ടന്റ് യൂണിഫോം ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഈ ഹീപ്പുകളെ കൺവേർട്ട് ചെയ്തിട്ട് യൂണിഫോം ലെയറുള്ള തിക്നെസ്സിലുള്ള ഹീപ്പുകളാക്കി മാറ്റും. എന്നിട്ട് മോയ്സ്ചർ കണ്ടന്റും യൂണിഫോം ആക്കി മാറ്റും. അങ്ങനെ വെതറിങ്ങിന് ശേഷം ഈ സോയിൽ സോഫ്റ്റ് ആവും. ഈ സോഫ്റ്റനിങ്ങിനെ തന്നെ മെല്ലോയിങ് എന്നും പറയും. ഈ പ്രോസസ്സ് നടത്തുന്നത് മൺസൂൺ സീസണിലാണ്. അടുത്ത സ്റ്റെപ്പ് ബ്ലെൻഡിങ് ആണ്. ഈ ഒരു ക്ലേനെ, ആ കറക്റ്റ് ടേം വരുന്നത് ഹാർമോണിയസ് മിക്സിംഗ് ഓഫ് ക്ലേ. ഇനി ടെമ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേനെ ഒരു പ്രോപ്പർ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് മോൾഡ് ചെയ്യാൻ പാകത്തിനാക്കുന്നതാണ് ടെമ്പറിംഗ്. ഈ ഒരു സ്റ്റേജിലായിരിക്കും വാട്ടർ ആഡ് ചെയ്യുന്നത്. അങ്ങനെ പ്ലാസ്റ്റിസിറ്റി ഉണ്ടാവും ഈ ഒരു മോൾഡ് ചെയ്യുന്ന സമയത്ത്.